ഹലോ നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് LGS വിളിച്ചിരിക്കുകയാണ്. LDCയുടെ തിരക്കുകളിലൊക്കെ പെട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒഴുക്കിൽ പോകുന്നവർ പോട്ടെ, നമുക്ക് എന്താണ് നമ്മളെ കാത്ത് LGS അവിടെ ഇരിക്കുകയാണ് അല്ലേ. LGSനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ LGS എക്സാം ആണ് എഴുതാൻ പറ്റുന്നത് എങ്കിൽ അതിനെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും? ഇത്തവണത്തെ LGSനെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ LDS എക്സാം ഇങ്ങനെ അടുത്ത് വന്നു അല്ലേ, എക്സാം ഇങ്ങനെ അടുത്തെത്തി. അപ്പോൾ എല്ലാം ചടപടയെ അങ്ങ് കഴിഞ്ഞു പോകും. LDC എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തുണ്ടാവും? നമ്മുടെ LGS എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യേണ്ട ടൈമിങ് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കി കളയാനില്ല. കഴിവതും ഓരോ സമയവും അല്ലേ, നമുക്ക് മുന്നിലുള്ള സമയം അത്രയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക? നന്നായി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വളരെ നമ്മുടെ സിലബസ് നിങ്ങൾക്കറിയാം. എന്താണ്, നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലേ. വലിയ ഒരു ബാലികേറ മലയല്ല എന്തെന്ന് പറയുന്നത് LGS എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച അക്കാഡമിക് ഇയറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എക്സാമിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ആവശ്യം? അതിനെല്ലാം ഒന്ന് പൊടി തട്ടിക്കുടഞ്ഞ് എടുക്കുക, ഒന്നുകൂടി റിവൈസ് ചെയ്യുക, നന്നായി മനസ്സിലേക്ക് ഉറപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ LGSന്റെ ഈ ഒരു സിലബസ് നിങ്ങൾ തന്നെ നോക്കിക്കേ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? പൊതുവിജ്ഞാനമുണ്ട്, ആനുകാലിക വിഷയങ്ങളുണ്ട്, സയൻസ് പോർഷൻ ആൻഡ് ദെൻ പൊതുജനാരോഗ്യം, ലഘുഗണിതം. ഇവയാണ് നമ്മുടെ LGSൽ വരുന്ന പോർഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗങ്ങൾ വളരെ ഭംഗിയായി പഠിച്ചു മാറാനുള്ള സമയം ഇനിയും നമുക്ക് മുന്നിലുണ്ട്. അത് പഠിച്ചു മാറിക്കഴിഞ്ഞാൽ നമുക്ക് LGS എന്ന് പറയുന്നത് എന്താണ്, വളരെ സിമ്പിളായി നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. അതിന് എന്താണ് ആവശ്യം? നന്നായി ശ്രമിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇത്തരത്തിൽ LGS നിങ്ങൾക്ക് വേണം, എനിക്കൊരു ജോലി ആവശ്യമാണ്, ഇത്തരത്തിൽ വളരെ എന്താണ് ആഗ്രഹത്തോടെ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നമ്മളോട് ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമ്മൾ LGSന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. ഈ ഒരു പഠന രീതി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായി ആ സിലബസിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നതാണ്. ഓക്കെ, പുറത്തുനിന്ന് ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. എന്തുമാത്രം പഠിക്കുന്നുള്ളൂ? സിലബസിൽ എന്താണോ പറയുന്നത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ സിലബസ് പഠിക്കുന്നു. ആൻഡ് ഓൾസോ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്ററും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്? എന്തൊക്കെ ചോദ്യങ്ങളാണ് PSC ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളത്, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത്, അതുമല്ലെങ്കിൽ ഏതും മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടി സ്ട്രെസ്ഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം വിലയിരുത്താനായിട്ട് സാധിക്കും. അത് മാത്രമാണോ? നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ടൈം അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെ. ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താനുള്ളൊരു അവസരം കൂടിയാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ ആ പറയുന്ന ലിമിറ്റഡ് ടൈമിനുള്ളിൽ കറക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ചോദ്യങ്ങളും വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും എന്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ, ആ ഒരു വർക്കൗട്ടിലൂടെ മനസ്സിലാക്കുന്നതാണ്. ആൻഡ് ദെൻ മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാമോ അത്രത്തോളം. ഇതിന് ഗുണം എന്ത് തന്നെയാണ്? നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ, ബാക്കി 3 ഓപ്ഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ഒരു അവസരമാണ്. അപ്പൊ ഇതെന്താണ് ഇത്തരത്തിലുള്ള നമ്മുടെ ആഗ്രഹം, അറിയാനുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് സഹായിക്കും? ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ഒരു വ്യക്തതയും ഐഡിയയും നമുക്ക് ലഭിക്കും. ആൻഡ് ദെൻ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ കറണ്ട് അഫെയർ എന്ത് ചെയ്യും? പഠിച്ചു മാറുമായിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്കാണ് നമുക്ക് കറണ്ട് അഫെയറിൽ കിട്ടുക അല്ലേ. ആൻഡ് ദെൻ എന്താണ്, ആ ഒരു GK പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്ക് ആനുകാലിക വിഷയങ്ങളിലാണ് ലഭിക്കുന്നത്. സോ ഈ ആനുകാലിക വിഷയങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ ഡെയിലി അപ്ഡേറ്റുകളിലൂടെ നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഡെയിലി നിങ്ങളിലൂടെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അത് പഠിച്ചെടുക്കുന്നതിന് വേറൊരു സമയം മാറ്റിവെക്കേണ്ടി വരുന്നില്ല. എന്ത് ചെയ്യാനായിട്ട് പറ്റും? വ്യക്തമായി അത് പഠിച്ചു മാറാനായിട്ട് പറ്റും.
സോ ഓരോ സബ്ജക്റ്റിനും വ്യക്തമായി ആ ഒരു സിലബസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ്സസ് കാണും. ആൻഡ് ദെൻ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ലൈവ് സെഷൻ കാണാൻ പറ്റുന്നില്ല, നമുക്ക് ഡെയിലി 4 ലൈവ് സെഷൻസ് കാണും. ഈ ഒരു ലൈവിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഇല്ല, നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് ദെൻ ഈ ഒരു ലൈവ് സെഷനും റെക്കോർഡ് സെഷനും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിയുമ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് നൈറ്റ് ടൈമിൽ. സോ എക്സാം എടുക്കുന്ന ടൈമിൽ നമുക്ക് എന്തുണ്ട്, ആ ഒരു കമ്പൈൻഡ് സ്റ്റഡി ടൈമുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കമ്പൈനായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇത്രയും സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഒരു സിംഗിൾ പേയ്മെന്റിലൂടെ, അതായത് ഒള്ളി എന്താണ് നമുക്ക് 999 ആണ് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, 999 രൂപയാണ്. നിങ്ങൾക്ക് എക്സാം എന്നാണോ നിങ്ങൾക്ക് എക്സാം വരുന്നത് അതുവരെ വാലിഡിറ്റിയിലായിരിക്കും ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിരിക്കുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസംബറിലായിക്കോട്ടെ അല്ലെങ്കിൽ നവംബറിലായിക്കോട്ടെ ഒക്ടോബറിലായിക്കോട്ടെ എപ്പോൾ എക്സാം വന്നാലും അതുവരെയും ഈ ഒരു സിംഗിൾ പേയ്മെന്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളോടൊത്ത് ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും കൂടി ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ട്, ഉറപ്പായിട്ടും LGS ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊരു ബെറ്റർ ചോയ്സ് ആണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് ജോലി വേണം എന്ന് ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായി ടൈം കളയാതെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായും എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ച് ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുമുണ്ടാകും. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഈ ഒരു നമ്പറിൽ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ആൻഡ് ഓൾസോ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ദെൻ ഇനി ഏതെങ്കിലും കോഴ്സുകളെ കുറിച്ച് എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട്